കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ്. കാരണം ഒരുപാട് പേരുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നോട്ടിഫൈ ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്, പീരീഡ് മിസ്സായി ഒരു മാസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 32 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും പലരും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കാണാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ കാര്യം മാക്സിമം ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പീരീഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളൊരു മാരീഡ് വുമൺ ആണെങ്കിൽ പീരീഡ് മിസ്സായി കഴിഞ്ഞ് ആ സമയത്ത് നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഓരോ സ്ത്രീയും, നിങ്ങൾക്ക് PCOD ഉണ്ടായിക്കോട്ടെ, വാട്ടവർ, നിങ്ങൾക്ക് എന്തൊക്കെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കോട്ടെ, ഹസ്ബൻഡിന് കൗണ്ട് കുറവോ, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഗർഭിണിയാകാനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ഓവുലേഷൻ ടൈം പീരീഡ് നോക്കി ഇൻ്റർകോഴ്സ് ചെയ്ത ഒരു സ്ത്രീയാണെങ്കിൽ പീരീഡ് മിസ്സായി 15ാമത്തെ ദിവസം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. ഒരുപാട് തവണ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഫെഡപ്പായി പോയിട്ട് ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഈ നെഗറ്റീവ് റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്, പിന്നെ എന്തിനാ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് മനസ്സ് മടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പീരീഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15ാമത്തെ ദിവസം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അഗെയിൻ ലാബ് ടെസ്റ്റ് ചെയ്യണം. ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്, അതായത് നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നുമില്ല, പ്രഗ്നൻ്റ് ആണോ നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടർ മെഡിസിൻസ് എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തിട്ടാണെങ്കിലും പീരീഡ് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ അതല്ലാതെ നിങ്ങൾ ഇത്രയും ദിവസം വരെ ഡിലേ വെച്ചിട്ട്, ഒരു മാസമൊക്കെ ഡിലേ വെച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ആ ഒരു മാസത്തിൽ, അതായത് നിങ്ങൾക്ക് പീരീഡ് ആയ ലാസ്റ്റ് എന്നാണോ പീരീഡ് ആയത് ആ മാസം തൊട്ട് ഇത്രയും ദിവസത്തെ ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു മാസം അവിടെ കടന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസത്തെ കടന്നു പോക്കിൽ നമുക്ക് ആദ്യത്തെ ആ കുറച്ച് നാൾ വിടാം. കാരണം നിങ്ങൾ ക്യാരിയിങ് അല്ലല്ലോ, അത് നമ്മളൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന കണക്കാണ്. ആ ഒരു ആഴ്ചകൾ പൊയ്ക്കോട്ടെ എന്ന് നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ടൊരു ചിലപ്പോൾ നിങ്ങൾ 2-3 ആഴ്ച നിങ്ങൾ ഗർഭിണിയായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ കുഞ്ഞിന് ആ 2-3 ആഴ്ച നിങ്ങളുടെ ഒരു ട്രൈമസ്റ്ററും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. കുഞ്ഞിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് കുട്ടിക്ക് ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടണം, ഒരുപാട് ഓക്സിജൻ കിട്ടണം, ഒരുപാട് നമ്മൾ എന്താ പറയുക, ഒരു നിധി പോലെ വേണം നമ്മൾ ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് നടക്കാനായിട്ട്. കാരണം അബോർഷൻ ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മാസമാണ് ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത്, ആദ്യത്തെ ട്രൈമസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എഴുതുന്നത് ഫോളിക് ആസിഡിന്റെ മെഡിസിൻസ്, അയേണിന്റെ മെഡിസിൻസ്, കാൽഷ്യത്തിന്റെ മെഡിസിൻസ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീക്കാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ആണ് നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരുന്ന് നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുമോ നിങ്ങളുടെ കുഞ്ഞിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടെന്ന്? കാരണം കുഞ്ഞിന് വേണ്ടുന്ന ഫോളിക് ആസിഡ്, കുഞ്ഞിന്റെ സ്പൈനൽ കോഡിന് വേണ്ടുന്ന, കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഒന്നും തന്നെ കിട്ടില്ല. അപ്പം നമുക്ക് ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിന് വേണ്ടുന്ന ഒന്നും കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കിട്ടുന്ന കുഞ്ഞിന് ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ, മെന്റലി ചലഞ്ചഡ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷമുള്ള ഒരു ലൈഫ് ഉണ്ടാവുമോ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാത്തവരൊന്ന് ചിന്തിക്കുക, നിങ്ങൾ എന്തൊക്കെ ഭക്ഷണമാണ് ഒരു ദിവസം കഴിക്കുന്നതെന്ന്. ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം, പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനെ എന്തെങ്കിലും, ചട്നി, സാമ്പാർ, കടല, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ്. ഇൻ കേസ് എന്തോരം സ്ത്രീകളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് വുമൺസ്, അതുപോലെ തന്നെ ഹൗസ് വൈഫ് ആണെങ്കിൽ എത്രയധികം ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങളുടെ ലഞ്ച്. നിങ്ങൾ ലഞ്ചിന് എന്തായിരിക്കും കഴിക്കുന്നത്? കുറച്ച് ചോറ് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും ഒരു കറി ഉണ്ടാകും, അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാകും, എന്തെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു ഫുഡ്. നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടം പറയും മതി എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതും കഴിഞ്ഞു. നിങ്ങളുടെ ഈവനിങ് നിങ്ങൾ സ്നാക്സ് കഴിക്കാം, ടീ കഴിക്കും. അതെല്ലാം എന്താ പറയുക, നടക്കില്ല. നമുക്കൊരു ഹൗസ് വൈഫായിട്ടുള്ള രീതിക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇരുന്ന് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല, വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ. ദെൻ
നൈറ്റിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും, കഴിക്കാത്തവരുണ്ടാകും. കഴിച്ചെന്ന് പറയുന്നത് നമ്മൾ നൈറ്റിൽ വളരെ കുറച്ചേ ഭക്ഷണങ്ങൾ കഴിക്കാറുള്ളൂ. ഇതിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് വേണ്ടുന്ന ഫോളിക് ആസിഡും അയണും കാൽസ്യവും എല്ലാം അതിൽ കിട്ടുന്നുണ്ടെന്ന്? ഇല്ലല്ലോ, നിങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പീരീഡ് മിസ്സായി കഴിഞ്ഞാൽ 15 ദിവസം, അതാണ് നിങ്ങളുടെ ടൈം പീരീഡ്. ആ ടൈം പീരീഡിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചി അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരേ ഒരു ഉത്തരവേ അതിനുള്ളൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, വേണ്ടുന്ന മെഡിസിൻ എടുക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം കുഞ്ഞ് ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയൊന്നും ഡെവലപ്പായി തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഡെവലപ്പായി തുടങ്ങുന്നതിനൊപ്പം തന്നെ കുഞ്ഞിന്റെ സ്പൈനൽ കോഡും അതുപോലെ കുഞ്ഞിന്റെ ബ്രെയിനും എല്ലാത്തിനും വേണ്ടുന്ന ന്യൂട്രിയൻസ് കുഞ്ഞിന് കിട്ടണം. ഓക്സിജൻ സപ്ലൈ കുഞ്ഞിന് കിട്ടണം, കുഞ്ഞിന് വേണ്ടുന്ന തരത്തിലുള്ള ബ്ലഡ് വേണം. ഇതെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലും അത് വേണം അത്യാവശ്യമായിട്ട്, അല്ലേ? കുഞ്ഞിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ളത് നിങ്ങളുടെ ശരീരത്തിലും കൂടി അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം. അവർ തരുന്ന മെഡിസിൻസ് എടുക്കണം. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വിറ്റമിൻ മെഡിസിൻസും ഗൈനക്കോളജിസ്റ്റ് എഴുതുന്നത്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഒരിക്കൽ പോലും അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവശങ്ങൾ നിങ്ങൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ല നിങ്ങൾക്കിപ്പോൾ പീരീഡ് മിസ്സായിട്ടുണ്ട്, ഫസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്, രണ്ടാമത് ലാബ് ടെസ്റ്റ്, മൂന്നാമത് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഹോം റെമഡീസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. എത്ര തവണ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും, മനസ്സ് മടുത്ത് എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിരിക്കില്ല എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്നവരുണ്ടാകും. പക്ഷേ എന്താ പറയുക, എല്ലാത്തിനും മുകളിലായിട്ടൊരു ശക്തി ഉണ്ടാവില്ലേ, അതനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തവണ ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആവുകയും ചെയ്യും. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടില്ലേ, എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണ് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയി ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് പീരീഡ് മിസ്സായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.